ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മയോ ട്രേഡിംഗ്. ഇപ്പം നമ്മൾ രാത്രി 9 മണീൻ്റെ ട്രേഡാണ് എടുക്കുന്നത്. ഇപ്പം 16 ജൂൺ 2025. ഓക്കെ, ഇതൊക്കെ നോക്കുക, വാർണിംഗ് ഒക്കെ നോക്കുക. USD PKRൽ ഒരു ട്രേഡ് എടുത്ത് നോക്കാം. USD PKR ആണ് ട്രേഡ് എടുക്കുന്നത്. നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, PKRലേക്ക് ട്രേഡ് എടുക്കാം. ഓക്കെ, നൗ നെക്സ്റ്റ് ക്യാൻഡിൽ ഞാൻ ഗ്രൂപ്പിലിട്ട് പോയി. ആപ്പിലേക്ക് ഒരു ട്രേഡ് എടുക്കാം. 1 2 3 4 5 ആപ്പിലേക്ക് ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട്. നോക്കാം മാർക്കറ്റ് എങ്ങനെയാണ് പോണേന്ന് നോക്കാം. ഗെയിൻ അപ്പ് കൊടുത്തിട്ടുണ്ട്. ഗെയിൻ അപ്പ് നോക്കാം. കാരണം ഇത് അപ്പിലേക്ക് പോകാനുണ്ട്. ഒരു ഇറക്കാനിൽ ഇവിടെ തരണം, ഒരു ഇറക്കാനിൽ തരാനുണ്ട്. അതിനിപ്പോൾ നോക്കാം. ഓക്കേ ഓക്കെ 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 നമ്മളിത് ലോസ് എടുക്കേണ്ട വരും. ഇത് ഓക്കെ, ഇത് ലോസ് നോ പ്രോബ്ലം. കണ്ടിന്യൂസ് ആയിട്ടുള്ള പെയർ മാർക്കറ്റ് കുറച്ച് എന്താ പറയുക, മോശമായിട്ടാണ് കാണിക്കുന്നത്. നോക്കാം നമുക്ക് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, വെയിറ്റ് ചെയ്യാം. നല്ലൊരു പെയറിലേക്ക് വെയിറ്റ് ചെയ്യാം. 1 മിനിറ്റ് വെയിറ്റ് ചെയ്യും. പെയർ ചേഞ്ച് ചെയ്യാണ് നമ്മൾ. USD MX എന്ന് USD MXN ഓക്കെ, USD MXN നോ. ഡൗണിലേക്ക് ഒരു ട്രേഡ് എടുക്കാം. ഡൗണിലേക്ക് പറഞ്ഞു. ഓക്കെ, ഞാൻ ഗ്രൂപ്പിൽ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് സിഗ്നൽ തരും. അതിന് ശേഷമാണ് ഞാൻ എടുക്കുന്നത്.
നോക്കാം നമുക്ക് മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ലോസ് എന്ന് പറയുന്ന സംഗതി വരും. ഓക്കെ, ലോസ് എന്ന് പറയുന്ന സംഗതി ഒന്നും വരാതിരിക്കുന്നില്ല, അതൊക്കെ വരും. അതിനെ റിക്കവർ ചെയ്യുക എന്നുള്ളതാണ് ഒരു ട്രേഡറിൻ്റെ ഏറ്റവും വലിയ ഇത്. ഓക്കെ, അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് സിഗ്നൽ കിട്ടുന്നവർ കറക്റ്റായിട്ട് അതിൻ്റെ മണി മാനേജ്മെൻറ്റ് വെച്ചിട്ട് ഞാൻ അതിൻ്റെ മണി മാനേജ്മെൻറ്റ് എങ്ങനെ എടുക്കണം അതുപോലുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, മണി മാനേജ്മെൻറ്റ് എടുക്കുക. മണി മാനേജ്മെൻറ്റ് എടുത്തിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുക. ഓക്കെ, ഇവിടെ നല്ല തണുപ്പാണ്. നമുക്ക് MXL തന്നെ അടുത്ത ട്രേഡ് നോക്കാം. ഓക്കെ, MXL തന്നെയാണ് അടുത്ത ട്രേഡ് നോക്കുന്നത്. MXL അടുത്ത ട്രേഡ് സപ്പോർട്ട് ഇവിടെ ഉണ്ട്. ഈ ഒരു ക്യാൻഡിൽ ഇവിടെ വരാനുണ്ട്, ഈ ഒരു ഗ്യാപ്പ് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കാം ഇതെങ്ങനെ ബിഹേവ് ചെയ്യണതെന്ന്, ഈ ഒരു ക്യാൻഡിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അതിനനുസരിച്ച് മാത്രം നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. ഈ ക്യാൻഡിലിന് ഈ റെഡ് ക്യാൻഡിൽ എൻഗൾഫ് ചെയ്ത് പോയിട്ടുണ്ട് മേലോട്ട്. ഓക്കെ, സോ അതുകൊണ്ട് നമുക്കൊരു ഒരു അപ്പിലേക്കൊരു ട്രേഡ് എടുക്കാമെന്ന് നമ്മൾ പ്ലാൻ ചെയ്യരുത്. കാരണം ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലും ഒരു മേജർ സപ്പോർട്ട് താഴെയും കിടക്കുന്നുണ്ട്. ഇവിടെ ഒരു നോക്കാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതൊരു റെഡ് ക്യാൻഡിലാണെങ്കിൽ നമുക്ക് അപ്പിലേക്ക് ട്രേഡ് എടുക്കാം. ഓക്കെ, ഇതൊരു റെഡ് ക്യാൻഡിലായിട്ട് ഫോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് അപ്പിലേക്ക് ട്രേഡ് എടുക്കാം. അല്ലെങ്കിൽ ഇത് വളരെ കുറഞ്ഞ ബോഡി വളരെ കുറഞ്ഞ ഒരു ക്യാൻഡിലാണെങ്കിലും അപ്പിലേക്ക് നമുക്ക് നോക്കാം. ഇല്ല, നമ്മൾ ഡൗണിലേക്ക് ഒരു ട്രേഡ് എടുത്തു കേട്ടോ. ഇപ്പോഴാണ് നിങ്ങൾക്ക് തല ഇതാവുക, എന്താ പറയുക, നിങ്ങൾക്ക് ഈ പറഞ്ഞ സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോഴാണ് നിങ്ങൾക്ക് എന്താ പറയുക ഉൾട്ടയായിട്ട് ചിന്തിക്കുക. കാരണം ഈ ഒരു ക്യാൻഡിൽ ഇത് അപ്പിലേക്ക് പോകേണ്ട ഒരു ക്യാൻഡിലാണ്. നല്ല വോളിയം കാണിച്ചു. ഈ ക്യാൻഡിലിൻ്റെ വോളിയം നോക്കി, നല്ലൊരു വോളിയം കാണിച്ചു. ഇതൊരു വോളിയം കാണിച്ചു. രണ്ട് ക്യാൻഡിലും വോളിയമുണ്ട്, നല്ല വോളിയമുണ്ട് അപ്പിലേക്ക് പോകാനുള്ള. പക്ഷേ ഞാൻ ഡൗണിലേക്കാണ് എടുത്തത്. മനസ്സിലാവുന്നില്ലേ? അവിടെയാണ് നമ്മുടെ പ്രാക്ടീസും നമ്മുടെ സ്ട്രാറ്റജിയും ഒക്കെ വർക്കൗട്ട് ചെയ്യണത്. മനസ്സിലാവുന്നുണ്ടോ? അവിടെയാണ്. എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ ഈ എന്താ പറയുക, ഞാനൊരു ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നതല്ല. ഇനി ഇത് ലോസ് ആവുകയാണെങ്കിൽ നമുക്ക് റിക്കവർ ചെയ്യാൻ നമുക്ക് പറ്റും. ഓക്കെ, ആ ഒരു കോൺഫിഡൻ്റ് ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് നമുക്ക് പ്രോഫിറ്റ് ഇരിക്കട്ടെ, സെൻഡ് ചെയ്യട്ടെ. നിങ്ങൾ ഞാൻ എടുക്കുന്ന പോലെ ചറവറ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എടുക്കാൻ നിൽക്കരുത്. നിങ്ങൾ എടുക്കുമ്പോൾ ഇപ്പോൾ ഒരു $10 ആണെങ്കിൽ $1 ഇവിടെ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ $1 ഒറ്റ ക്ലിക്ക് ചെയ്യുക, അത് മാത്രം. ലോസ് ആവുകയാണെങ്കിൽ $2. അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. ഞാൻ കുറച്ച് ക്യാപിറ്റൽ കൂടുതലുള്ളതുകൊണ്ട് ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ഏറ്റവും അവസാനമായിട്ട് കൊടുത്തത് ഡൗണിലേക്കാണ്. ഇവിടെ ഞാൻ ഡൗണിലേക്കാണ് കൊടുത്തത്, കണ്ടോ?
അപ്പോൾ അത് അത് കഴിഞ്ഞോടെ 2 സിഗ്നൽ കൊടുക്കാം. ഒരു ലോസിന് 3 സിഗ്നലെങ്കിലും നമ്മൾ കൊടുക്കണം. നിങ്ങളോട് പറഞ്ഞിട്ട് എൻ്റെ ട്രേഡ് മിസ്സായിപ്പോയി. ഓക്കെ, ഇപ്പം തന്നെ കൊടുത്തു, അപ്പിലേക്ക് കൊടുത്തിട്ടുണ്ട്. നൗന്ന് അടിക്കട്ടെ. നൗ അപ്പിലേക്ക് ഒരു ട്രേഡ് കൊടുത്തിട്ടുണ്ട്. എന്താ കുഞ്ഞേ ഇത് അപ്പിലേക്ക് പോകാത്തത്? ഈ ട്രേഡ് എടുക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് ഇതാണ്. നമ്മുടെ ശ്രദ്ധയൊക്കെ മാറിപ്പോവും. കണ്ടോ, ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ടുണ്ട്, അവിടെ വന്നു. പക്ഷേ അയ്യടാ, MTG ഉണ്ട്. നോക്കാം ഓവറോൾ എന്താണ്. ഓവറോൾ അവിടെ ഒരു കൺസോളിഡേറ്റഡ് ആയിട്ടില്ല, ഒരു അപ് ട്രെൻഡിൻ്റെ ഫോർമേഷൻ നടക്കുന്നുണ്ട്. സോ പ്ലാൻ ചെയ്യാം, അല്ലെങ്കിൽ വിക്കിന് ഇവിടെ വരുമോ എന്നുള്ളത് നമ്മൾ കണ്ടു. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ട്രേഡ് ലോസായി. ഈ ഒരു ഗ്യാപ്പ് ഇവിടെ ഞാൻ കണ്ടോ, ഈ ഒരു ഗ്യാപ്പ് ഞാനിപ്പോൾ ഈ കഴ്സർ വെക്കുന്ന ഈ ഒരു ഗ്യാപ്പ് കവർ ചെയ്യാൻ വേണ്ടി വന്നാൽ പിന്നെ നമുക്കിത് ലോസാണ്. റെക്റ്റാങ്കിൾ വരച്ച് കാണിച്ചാൽ ഈ ഒരു ഗ്യാപ്പ് മാർക്കറ്റ് വന്നാൽ പണിയാം, വന്നില്ലെങ്കിൽ ഊട്ടി. യെസ്, കിട്ടിപ്പോയി. ഇത്രയേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? നമുക്കിത് എല്ലാം പഠിച്ച് നല്ല ക്ലിയറായിട്ട് ചെയ്യുകയാണെങ്കിലല്ലോ ഇത്രയേ ഉള്ളൂ. നോക്കി നമ്മുടെ VIP ഗ്രൂപ്പാണ്. ഫസ്റ്റത്തെ ട്രേഡ് കൊടുത്തു, ലോസ് ആർക്കായാലും വരും. ഓക്കെ, ആ ലോസ് വന്നു കഴിഞ്ഞാൽ ഇനി ഈ ഒരു ലോസിനെ ഒറ്റ ലോസ് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ ഒരു ലോസിനെ നമ്മൾ റിക്കവർ ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? ഈ ഒരൊറ്റ ട്രേഡിൽ നമ്മൾ റിക്കവർ ചെയ്യാൻ പറ്റും. ഒറ്റ ട്രേഡിൽ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നത്? അതാണ് MTGൻ്റെ പവർ. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു? 1 ചെയ്തു, 2, 3 സിഗ്നൽ കൊടുത്തു. ഒരു ലോസ് കഴിഞ്ഞിട്ട് 3 സിഗ്നൽ നമ്മൾ പിന്നെയും കൊടുത്തു. ആ 3 അടുപ്പിച്ച് പിന്നെ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ എന്തായി? ഈ 2ാമത്തെ സിഗ്നലിൽ എന്തായി? റിക്കവറായി. 3ാമത്തെ സിഗ്നലിൽ പ്രോഫിറ്റായി. 4ാമത്തെ സിഗ്നലിലും പ്രോഫിറ്റായി. പ്രോഫിറ്റ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വളരെ കുറഞ്ഞ ചെറിയൊരു വീഡിയോ, എങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇതെന്തിനാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ഇടുന്നതെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. നിങ്ങൾ VIP ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞിട്ട് ഞാൻ സിഗ്നൽ ഇട്ടിട്ട് എങ്ങനെയാണ് ഞാൻ സിഗ്നൽ എടുക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എന്ത് കാര്യമുള്ളത്, അല്ലേ? നിങ്ങൾ ഏതൊക്കെ ഗ്രൂപ്പിൽ, ഒരുപാട് ഗ്രൂപ്പുകൾ കയറിയിട്ടുണ്ടാവും. കയറി വന്നിട്ടുണ്ടാവും. അവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പ് എടുക്കാൻ പറയും, ഡൗൺ എടുക്കാൻ പറയും, അപ്പ് എടുക്കാൻ പറയും. അത്രയേ ഉള്ളൂ, അല്ലേ? അതെങ്ങനെയാണ് എടുക്കണേ, ഏത് ഇതിലാണ് എടുക്കണത്, എനിക്ക് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കും കൂടെ ഒരു ഉപകാരം ഉണ്ടാവുമോ എന്നൊക്കെ നോക്കിയിട്ടുള്ളൊരു ചെറിയൊരു കലാപരിപാടികളാണിത്. അപ്പോൾ ഇന്നത്തെ കലാപരിപാടി കഴിഞ്ഞു. അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, താങ്ക് യു.